പൊങ്കാല പ്രമാണിച്ച് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ കുറച്ച് നല്ല അസൽ തള്ളുകൾ ഇറക്കിയിട്ടുണ്ട്. ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പൊങ്കാലയെന്ന് സുരേഷ് ഗോപി പറയുന്നു. തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാപ്രവർത്തകരുടെ സമരവേദി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊങ്കാലയിടുന്ന ആശാ വർക്കർമാർക്ക് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പൊങ്കാല കിറ്റും നൽകിയിരുന്നു. നമുക്ക് ഒരുപാട് അഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, മിക്കവാറും സംസ്ഥാനങ്ങളിൽ അതുണ്ട്. പഞ്ചാബിനെ വേണം ആദ്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ. ഏത് വഴിക്കാണ് ഈ അപകടം വരുന്നതെന്ന് അറിഞ്ഞുകൂടെ? ദുഷ്ടലാക്കോടെ യുവത്വത്തെയും അതുവഴി ഭാരതത്തെയും നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തെ കത്തിച്ച് കളയാനുള്ള പ്രാർത്ഥനകളായിരിക്കണം പൊങ്കാല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്നവരെ ഇല്ലാതാക്കുക തന്നെ വേണം. അത് പ്രാർത്ഥിച്ചല്ല നേടേണ്ടത്, പ്രവർത്തിച്ചാണ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകൂടെ നന്നായേനെ. അടുത്തതായി സുരേഷ് ഗോപി സാർ പറയുന്നത് പൊങ്കാല ഇടാൻ വരുന്നവരുടെയും ആകെ പൊങ്കാല ഇട്ടവരുടെയും ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ആകെ 70 മില്യൺ പൊങ്കാല ഇടുന്നുവെന്നാണ് കണക്ക്. എന്നാൽ അത് പൂർണ്ണമല്ല. എല്ലാ ജില്ലയിലും ഒരു അടുപ്പെങ്കിലും ഉണ്ട്. എത്രായിരം അടുപ്പാണെന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോവും. കാരണം ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് അത് പറയുന്നത്. എത്ര കോടി ആളുകളാണ് മഹാകുംഭമേളയിൽ വന്നത്? അവർ ദിവ്യസ്നാനത്തിന് വേണ്ടി വന്നതാണ്. അവർക്ക് 60 ദിവസം തികഞ്ഞില്ല എന്നാണ് പറയുന്നത്. 60-70 കോടി ആളുകൾ വന്നാൽ ഒരു ദിവസം 1000 രൂപ വെച്ച് ചിലവാക്കാതിരിക്കാൻ പറ്റുമോ? അവിടുത്തെ തുഴച്ചിൽ നടത്തുന്നവർ എത്ര കോടിയാണ് സമ്പാദിച്ചത്? 30 കോടിയാണ് അവർ നേടിയത്. ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു ഭക്തസമൂഹം വന്ന് UPയുടെ GDP ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ GDPയിലേക്കാണ് വന്നു ചേരുന്നത്. രാജ്യത്തെ വിവിധ മതക്കാർ, ആചാരക്കാർ അവരെല്ലാം ആ ചോറുണ്ണാൻ പോവുകയാണ്. അതിനെ നിന്ദിക്കുന്നവരുടെ DNA-യിലെങ്കിലും ഇത്തിരി ലജ്ജ വേണം. ഇതെല്ലാം പ്രാർത്ഥനയാണ്, പൊങ്കാലയും പ്രാർത്ഥനയാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ഈ 60 ദിവസം കുംഭമേള എന്നത് ഏത് കണക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് കുംഭമേള നടന്നത്. അതൊന്ന് എണ്ണി നോക്കിയാൽ അറിയാം എത്ര ദിവസം കുംഭമേള ഉണ്ടായിരുന്നു എന്നത്. ഇനി ഈ ഭക്തർ കാണിക്ക ഇടുന്ന അല്ലെങ്കിൽ അവിടെ ചെലവാക്കുന്ന തുകയെല്ലാം രാജ്യത്തിൻ്റെ GDP വർദ്ധിപ്പിക്കും എന്നതും പുതിയൊരു അറിവാണ്. ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് നമ്മൾ ബലിയിടുമ്പോഴും കർക്കടകവാവിന് അമ്പലങ്ങളിൽ പോയി ബലിയിടുമ്പോഴുമെല്ലാം നമ്മുടെ GDP ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സുരേഷ് ഗോപി സാർ പറയുന്നത്. പിന്നെ സാർ പറഞ്ഞ 70 മില്യൺ ആളുകളുടെ പൊങ്കാല. ഇനി ആളുകളുടെ എണ്ണമല്ല, പൊങ്കാലയുടെ എണ്ണമായാലും അതങ്ങ് ശരിയാകുന്നില്ല. കേരളത്തിൽ ആകെയുള്ളത് ഏതാണ്ട് 3.5 കോടി ജനങ്ങളാണ്. വോട്ടവകാശമുള്ളവർ 2.25 കോടിയാണ്. അതിൽ ഹിന്ദുക്കൾ എത്രയെന്ന് കണക്കുകൂട്ടി നോക്കുക. ഇനി അന്യമതസ്ഥരും പൊങ്കാല ഇടുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ 70 മില്യൺ എന്നത് 7 കോടിയാണ്. ഏത് കണക്കിനാണ് സുരേഷ് ഗോപി സാർ ഈ മാരകമായ തള്ളു നടത്തുന്നത്? ഇനി കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കം മൊത്തം കേരളീയർ 2 തവണ പൊങ്കാല ഇട്ടാലും വിദേശത്തുള്ളവർ ഫ്ലൈറ്റ് പിടിച്ച് വന്ന് പൊങ്കാല ഇട്ടാലും ഈ സഹമന്ത്രി പറഞ്ഞ കണക്ക് ഒരു കാലത്തും ശരിയാകില്ല. ആവശ്യമുള്ള കാര്യങ്ങളിൽ ആരെയെങ്കിലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സഹായിക്കാൻ സുരേഷ് ഗോപി സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പൊങ്കാലയും തൃശ്ശൂർ പൂരവും പെരുന്നാളും മാത്രമല്ല ഈ നാടിന് വേണ്ടത് എന്നുകൂടി സാർ ഇടയ്ക്കിടെ ഓർമ്മിക്കണം.